ജീവിതം ഒരു വൃത്തം പോലെയാണെന്ന് നമ്മളൊക്കെ പറയാറില്ലേ? തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുമെന്ന്. ഈ ഒരു ആശയം വളരെ മനോഹരമായിട്ട് കാണിച്ചു തരുന്ന ഒരു ആർട്ട് ഇൻസ്റ്റലേഷനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശരിക്കും ജനനം മുതൽ വാർദ്ധക്യം വരെ ജീവിതം എങ്ങനെയാണ് ആ ഒരു സർക്കിൾ പൂർത്തിയാക്കുന്നതെന്ന് നമുക്കിതിലൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മുടെ ജീവിതം ശരിക്കും ഒരു പെർഫെക്റ്റ് സർക്കിളാണോ? ആ ഒരു തുടക്കവും ഒടുക്കവും തമ്മിൽ അങ്ങനൊരു ബന്ധമുണ്ടോ? ഈയൊരു ചോദ്യം അത് മനസ്സിലിരിക്കട്ടെ, നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോവാം. ഒരുപക്ഷേ ഇതിന്റെയൊക്കെ അവസാനം നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടിയേക്കും. ഈ ആശയമുണ്ടല്ലോ, അതൊരു ആർട്ട് ഇൻസ്റ്റലേഷനായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കിക്കേ. നിങ്ങൾ ഒരു നീണ്ട ടണ്ണലിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതിന്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയും ഓർമ്മിപ്പിക്കുന്ന ഓരോ സാധനങ്ങൾ. കുട്ടിക്കാലത്തെ കളിപ്പാട്ടം തൊട്ട് അവസാനം വാർദ്ധക്യത്തിലെ ആ ഊന്നുവടി വരെ ആ ഒരു യാത്രയാണ് നമ്മളിവിടെ ശരിക്കും കാണാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ ആശയം ഇതാണ്: ലൈഫ് ഒരു സർക്കിളാണ്. അതായത് ജനനത്തിൽ തുടങ്ങുന്നു, പിന്നെ വാർദ്ധക്യത്തിലൂടെ തിരികെ ഏതാണ്ട് അതേപോലെ ഒരു അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ശരി, ഈ വൃത്തത്തിന്റെ ആദ്യത്തെ പകുതി, ആ കയറ്റം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സർക്കിളിന്റെ ആദ്യത്തെ പകുതിയില്ലേ, അതൊരു കയറ്റം പോലെയാണ്. ശരിക്കും ഒരു കയറ്റം. നമ്മൾ ബലഹീനതയിൽ നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ കരുത്തിന്റെ ആ ഒരു പീക്കിലേക്ക് കയറിപ്പോകുന്നു. അതെ, ഇതാണ് ശൈശവത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള നമ്മുടെയൊക്കെ യാത്ര. ഈ കയറ്റത്തിന്റെ തുടക്കത്തിൽ എന്താ കാണുന്നത്? ആ നിഷ്കളങ്കതയുടെ പ്രതീകങ്ങൾ തന്നെ. കുഞ്ഞുടുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ. പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ടു പോകുന്തോറും ഒന്ന് നോക്കിക്കേ, സംഗതി മാറണ്, എനർജി കൂടുകയാണ്. പിന്നെ സ്റ്റൈലും സ്പീഡും ഒക്കെ വന്നു തുടങ്ങും. ബൈക്കുകൾ, സ്പോർട്സ് ഗിയർ, ഇതൊക്കെ യൗവനത്തിന്റെ ആ ഒരു എനർജിയും ഫ്രീഡവും ഒക്കെ കാണിക്കുന്നു. ശരിക്കും കരുത്തിലേക്ക് കുതിച്ചുപായുന്നൊരു കാലം. അപ്പൊ ഈ ഒരു ആശയം ഖുറാനിലെ ഒരു വചനത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലാഹു ആണ് നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചത്, പിന്നീട് നിങ്ങൾക്ക് ശക്തി നൽകി. കണ്ടോ, ആ ബലഹീനതയിൽ തുടങ്ങി ശക്തിയിലേക്കെത്തുന്ന ജീവിതത്തിന്റെ ആ ആദ്യത്തെ കയറ്റം, അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഏതൊരു കയറ്റത്തിനും ഒരിറക്കം ഉണ്ടാവുമല്ലോ അല്ലേ? ജീവിതമെന്ന വൃത്തത്തിന്റെ രണ്ടാമത്തെ പകുതി, അത് ഈയൊരിറക്കമാണ്. നമ്മൾ ആ ശക്തിയുടെ പീക്കിൽ നിന്ന് പതുക്കെ പതുക്കെ താഴോട്ട് ആ പഴയ ബലഹീനതയിലേക്ക് തന്നെ മടങ്ങിവരുന്നു. ഇവിടെ ആ ഇൻസ്റ്റലേഷനിലെ സാധനങ്ങൾ മാറുന്നത് കണ്ടോ? ആ വേഗതയ്ക്കും സ്റ്റൈലിനുമൊക്കെ പകരം ഇപ്പോ ശാന്തതയും ആവശ്യകതയുമാണ് മുന്നിൽ. ലളിതമായ വസ്ത്രങ്ങൾ, നടക്കുമ്പോൾ ഒരു താങ്ങായിട്ടൊരു ഊന്നുവടി, പിന്നെ ഈ ലോകത്തെ വ്യക്തമായി കാണാനൊരു കണ്ണട. ശരീരത്തിന്റെ കരുത്തു കുറയുന്നു, ജീവിതത്തിന്റെ സ്പീഡും കുറയുന്നു. അങ്ങനെ ഒരു കാലം. നമ്മൾ നേരത്തെ കേട്ട ആ ഖുറാൻ വചനമില്ലേ, അത് ഇവിടെയാണ് പൂർണ്ണമാവുന്നത്. പിന്നീട് ശക്തിക്ക് ശേഷം അവൻ ബലഹീനതയും നരയും നൽകി. മറ്റൊരു വചനത്തിൽ ഇതിനെ പറയുന്നത് സൃഷ്ടിയിലവനെ നാം തലതിരിക്കുന്നു എന്നാണ്. അതായത് ഒരു റിവേഴ്സ് ജേർണി, തുടങ്ങിയിടത്തേക്ക് തന്നെയുള്ള ഒരു മടക്കയാത്ര. അപ്പോ ഇതാണ് ആ കംപ്ലീറ്റ് സർക്കിൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജനിക്കുമ്പോൾ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കണം. യൗവനത്തില് നമ്മൾ സ്ട്രോങ് ആവുന്നു, ഇൻഡിപെൻഡന്റ് ആവുന്നു. പക്ഷേ ജീവിതത്തിന്റെ അവസാനം നമ്മൾ വീണ്ടും ആ പഴയ ഡിപ്പെൻഡൻസിയിലേക്ക്, ആ ആശ്രയത്വത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. എന്തൊരു സിമെട്രിയാണല്ലേ? ഓക്കെ, അപ്പോ ജീവിതം ഒരു വൃത്തമാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഇതിനെ മറ്റൊരു രീതിയിലൊന്ന് കണ്ടാലോ? ഒരു ദിവസം പോലെ. നമ്മുടെ ഈ മുഴുവൻ ലൈഫ് സ്പാനും വെറുമൊരു 24 മണിക്കൂറിലേക്ക് ചുരുക്കിയാൽ എങ്ങനെയിരിക്കും? ജനനം ഒരു പുലരി, മരണം ഒരു സൂര്യാസ്തമയം. അടിപൊളിയല്ലേ? ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കിക്കേ. നമ്മുടെ കുട്ടിക്കാലം അതൊരു പ്രഭാതം പോലെയാണ്. പുതിയ വെളിച്ചം, പുതിയ പ്രതീക്ഷകൾ. കൗമാരം എന്ന് പറയുന്നത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്ന പോലെയല്ലേ, ഫുൾ എനർജി. പിന്നെ യൗവനം, അത് സൂര്യൻ തലയ്ക്കു മുകളിൽ കത്തി നിൽക്കുന്ന ഉച്ചസമയം, നമ്മുടെ ഏറ്റവും പവർഫുൾ, ഏറ്റവും ബ്രൈറ്റായ സമയം. പിന്നെ വരുന്നത് സായാഹ്നത്തിന്റെ ഒരു ശാന്തതയാണ്. അതാണ് നമ്മുടെ മധ്യവയസ്സ്. അവസാനം വാർദ്ധക്യം, ആ ദിവസത്തെ അതിമനോഹരമാക്കുന്ന ഒരു സൂര്യാസ്തമയം പോലെ. ഒറ്റ ദിവസം കൊണ്ട് ഒരു ജീവിതം മുഴുവൻ. അപ്പോ ജീവിതം ഒരു സർക്കിളാണ്, ഒരു ദിവസം പോലെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എന്തിനാണ് ഈ യാത്ര? എന്തിനാണ് ഈ ബലഹീനതയിൽ നിന്ന് കരുത്തിലേക്കും പിന്നെ വീണ്ടും അതേ ബലഹീനതയിലേക്കുമുള്ള ഈ ഒരു ഓട്ടം? എന്താണ് ഇതിന്റെ ഒക്കെ ഒരു അർത്ഥം? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ ചോദ്യത്തിനൊരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് ഖുറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ ഒരു ചോദ്യമുണ്ട്: ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് വെറുമൊരു കളിയും വിനോദവും അല്ലെങ്കിൽ കുറച്ച് അലങ്കാരവും പരസ്പരം പൊങ്ങച്ചം പറയലും മാത്രമാണോ എന്ന്?
ശരിക്കും ഈ ചോദ്യം നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. അതായത് ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു ലക്ഷ്യമൊന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തായി മാറും? കുട്ടിക്കാലം വെറുമൊരു കളി, കൗമാരം കുറച്ച് തമാശകൾ, യൗവനം കുറച്ച് അലങ്കാരം, മേക്കപ്പ്, മധ്യവയസ്സ് കുറച്ചു പൊങ്ങച്ചം പറയൽ. ഇതിലൊതുങ്ങുമോ നമ്മുടെ ജീവിതം? അതിനപ്പുറം ഈ യാത്രയ്ക്കൊരു അർത്ഥവുമില്ലേ? അവസാനം ആ ആർട്ട് ഇൻസ്റ്റലേഷനും ഈ ചിന്തകളുമെല്ലാം നമ്മളെ ആ ഒരൊറ്റ വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ബലഹീനതയിൽ തുടങ്ങി കരുത്തിലൂടെ സഞ്ചരിച്ച് അവസാനം അതേ ബലഹീനതയിൽ തന്നെ അവസാനിക്കുന്ന ഇത്ര മനോഹരമായ, ഇത്ര പെർഫെക്റ്റായ ഒരു ജീവിതചക്രം ആരാണ് വരച്ചത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.